കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ഭാരങ്ങളെയും പ്രതിസന്ധികളെയും നന്നായി അറിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവിടുന്ന് ഒരു നാളും സമ്മതിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നുവെന്ന് പ്രഖ്യാപനം ചെയ്യാൻ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടെ എല്ലായ്പ്പോഴും ഉണ്ടാവും. സർവശക്തൻ്റെ സാന്നിധ്യം നമ്മളെ നയിക്കും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ അവർ പരാജയപ്പെട്ടില്ല. അവരാശ്രയിക്കുകയും ദൈവം അവരെ വിടുവിക്കുകയും ചെയ്തു. ആ ദൈവം നമ്മുടെ ദൈവമാണ്. ആശ്രയിച്ച ആർക്കും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആരും പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. തല ഉയർത്തിപ്പിടിപ്പിക്കുന്നവനും അതിമഹത്തായൊരു പ്രതിഫലവും നമ്മുടെ ദൈവമാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. വിശ്വാസത്താൽ സകലത്തെയും ജയിക്കണം. നമ്മുടെ ഭയമാണ് പലപ്പോഴും ധൈര്യം ചോർത്തി ദൈവപ്രവൃത്തികളെ തടയുന്നത്. അകത്ത് നിന്ന് ഭയത്തിൻ്റെ ശക്തികൾ പുറത്താക്കണം. ധൈര്യപ്പെടുവിനെന്ന് യേശു പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയം നമ്മളെ ബലഹീനരാക്കും, തളർച്ചയിലേക്ക് കൊണ്ടുപോകും, ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം നമ്മളെ നിഷ്ക്രിയരാക്കും. പക്ഷേ അവിടെ ദൈവത്തിങ്കൽ നിന്ന് ഒരു ശക്തി വരണമെങ്കിൽ ഈ ഭയം മാറണം. ശിഷ്യന്മാർ പേടിച്ച് നിലവിളിച്ചു. യേശു ചോദിച്ച ചോദ്യം, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുന്നതെന്താ? ഇവരുടെ കൂടെയുള്ളവനാരാന്നും ഇവരോട് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞവനാരാന്നും അവർ മറന്നുപോയി. കടലിന്മേലും തിരകടമേലും കാറ്റിന്മേലും പ്രകൃതിന്മേൽ പ്രപഞ്ചത്തിന്മേൽ അധികാരമുള്ള ഒരുവനാണ് ഇവരുടെ ദൈവമെന്ന്, ഇവർ സേവിക്കുന്ന കർത്താവെന്ന് ഇവർ മറന്നുപോയി. പക്ഷെ മറ്റൊരു മനുഷ്യൻ നോക്കൂ, ഈശാനമൂലൽ എന്ന കാറ്റടിച്ച ആ കപ്പൽ തകരുന്ന സമയം വരുന്ന മാത്രയിലും 14 ദിവസത്തോളം വെളിച്ചം കാണാതിരുന്നപ്പോഴും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. പൗലോസേ, ഭയപ്പെടണ്ട, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പ്രാണന് ഹാനി വരില്ല, നിൻ്റെ മേലുള്ള വാഗ്ദത്തം റോമിലെത്തുക എന്നുള്ള ഞാൻ അവിടെ എത്തിക്കും. അതാ കർത്താവ് പറഞ്ഞതിൻ്റെ സാരം. പൗലോസ് വന്നിട്ട് ഭയപ്പെട്ടിരുന്ന ആ ഷിപ്പിലുണ്ടായിരുന്നവരെ എല്ലാം ധൈര്യപ്പെടുത്തിയിട്ട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ധൈര്യത്തോടിരിപ്പീൻ, കാരണം എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടോ? ഇന്നലകളിൽ എന്നോട് സംസാരിച്ചവൻ, എന്നോട് ഇടപെട്ടവൻ, അവിടുത്തെ ശബ്ദം കേൾപ്പിച്ചവൻ എൻ്റെ കൂടെയുണ്ട്. അവിടുന്ന് എൻ്റെ ഉടയവനാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ലെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? പറയാൻ കഴിയുമോ? സ്തോത്രം. അങ്ങനെ പറയാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ സേവിച്ചു വരുന്നവനും എൻ്റെ ഉടയവനും. അതുകൊണ്ട് പൗലോസ് മറ്റടുത്ത് പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പകുതി വഴിക്ക് തീരുമെന്നല്ല, ആ ദിവസം വരെ എന്നെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അകത്തളങ്ങളിൽ ഒരു ഉറപ്പ്, ഒരു ശക്തമായ
ധൈര്യം, ബലം, കരുത്ത് എവിടെ വേണ്ടത്? എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. കഷ്ടതയുടെ നടുവിൽ പോകുമ്പോഴും ഉള്ളിൽ ബലമുണ്ടാവണം, കരുത്തുണ്ടാകണം. സ്തോത്രം. ലെവ്യാപുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യം. ഞാൻ ദേശത്ത് സമാധാനം തരും, നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ ദേശത്ത് നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും, വാൾ ദേശത്ത് കൂടെ കടക്കുകയില്ല. ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച്, ചട്ടങ്ങളനുസരിച്ച്, പ്രമാണങ്ങളനുസരിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറായാൽ, വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറായാൽ, അവിടെ പറയുന്നു സമാധാനം വരുത്തുന്ന ദൈവം. പ്രിയരെ, അസമാധാനത്തിൻ്റെ വിത്തുകൾ കൊണ്ടുവന്ന് സ്വസ്ഥതയെ കെടുത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തിയുടെ മേൽ ഈ പ്രഭാതത്തിലും ദൈവാത്മാവിന് പറയാനുള്ളത് ഒരു സമാധാനം ദൈവം നിങ്ങൾക്ക് തരും. ലോകം തരുന്ന സമാധാനം അല്പം മണിക്കൂറുകൾ കഴിയുമ്പോൾ മാറും. എന്നാൽ കുടുംബജീവിതത്തെയും തലമുറകളെയും ആത്മീയ മണ്ഡലത്തെയും അസ്വസ്ഥമാക്കി സ്വസ്ഥതയും സമാധാനവും കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം പറയുക, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ശിഷ്യന്മാരോട് യേശു അതാണ് പറയുക, ഭയപ്പെടേണ്ട, സമാധാനമായിരിക്കുക. സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഭയങ്ങൾ, അതാണ് അടുത്ത ഭാഗം. നോക്കൂ, അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ സമാധാനം തരും, നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുക. ഉണ്ടോ? ഇവിടെ ഭയം കയറി വരികയാണ്, ഭയങ്കര ഭയം. ഈ ഭയത്തെയാണ് നമ്മൾ കീഴ്പ്പെടുത്തേണ്ടത്. ദൈവം കൂടുണ്ട്. സർവശക്തൻ അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടി പോലും, എൻ്റെ തലമുറയുടെ വിഷയവും ദൈവം അറിയാതെ മറിച്ചൊന്നും സംഭവിക്കില്ല. എൻ്റെ കുടുംബജീവിതം, എൻ്റെ മിനിസ്ട്രി, അങ്ങനെ നമ്മളെ അലട്ടുന്ന ഭയം മാറണമെങ്കിൽ നമ്മുടെ ദൈവം ആരാണെന്നും, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണെന്നും, വിളിച്ചവൻ വിശ്വസ്തനാണെന്നും, നാളുകളിലും കരത്തിപ്പിടിക്കാൻ അവിടുത്തേക്ക് കഴിയുമെന്നും, ഇന്നലെ വിടുവിച്ച് ഇന്നും വിടുവിച്ചു മേലാലും വിടുവിക്കുമെന്നുള്ള ആശയകത്ത് വന്നാൽ നിങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങും. നമുക്കറിയാം, ദാവീദ് പറഞ്ഞു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ. ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എത്ര പ്രതികൂലങ്ങളാണ് വന്നത്, പക്ഷേ അതിൻ്റെ അകത്തും താൻ ഉറങ്ങിയ. പത്രോസ്, കരാഗ്രഹത്തിൽ ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യമാണോ? വാള് എൻ്റെ മൂർച്ച കൂർപ്പിച്ചുകൊണ്ട് ഇപ്പുറത്ത് ഹേരോദ്യ ശക്തികളിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ എങ്ങനെ ഉറങ്ങുന്നത്? പത്രോസിന് അറിയാം തൻ്റെ മേലുള്ള കോളിങ് എന്താണെന്ന്. ദൈവത്തിൻ്റെ ടൈമായിട്ടില്ലെന്നുള്ള ശബ്ദം താൻ കേട്ടിട്ടുണ്ട്. കേട്ടോ, ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളെ അലട്ടുന്ന ചില വിഷയങ്ങളുടെ മേൽ ജയം വേണോ? ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദേശത്ത് നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കുക, കടിച്ചു കീറാൻ നിൽക്കുന്ന, അലറി വരുന്ന സിംഹമെന്ന വ്യാജേന വ്യാപിച്ചു നിൽക്കുന്ന ചില ശക്തികളെ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടുവാൻ, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയാനുള്ള ഒരു സ്പിരിച്വൽ അതോറിറ്റി ഇന്നു പകൽ ദൈവസഭകൾ, അഭിഷക്തന്മാർ, തലമുറകൾ, പ്രിയപ്പെട്ടവർ ഏറ്റെടുക്കണം. അടുത്തത്, വാള് നിങ്ങളുടെ ദേശത്തൂടി കടക്കുകയില്ല. കാരണം വാളിൻ്റെ ശക്തി പറയുന്നു, ഞാൻ പിടിക്കും, എൻ്റെ വാളൂരും, അവരെ നിഗ്രഹിക്കുന്ന തമ്പുരാൻ പറയുന്നു, എൻ്റെ ജനമാണ്, എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുന്ന ജനമാണ്, എനിക്കുള്ള ജനമാണ്, നിനക്ക് തകർക്കാനുള്ളവരല്ല എന്ന് ദൈവം പ്രഖ്യാപിക്കുക മാത്രമല്ല, വാളൂരിയവനെ തകർത്ത് കളഞ്ഞ ഒരു ജീവനുള്ള ദൈവം വെല്ലുവിളിച്ച് വന്നിടത്തുകൊണ്ട് തളച്ചിടാൻ നോക്കുന്ന ദുഷ്ടശക്തിയുടെ മേൽ
അധികാരം നൽകുന്ന ദൈവം, നിയോഗം നൽകുന്ന ദൈവം, വിടുതൽ നൽകുന്ന ദൈവം, സൗഖ്യം നൽകുന്ന ദൈവം, ബലം കൽപ്പിക്കുന്ന ദൈവം. വാളിനെ ഇനി പിടിക്കാതെ വണ്ണം ഫറവോന്യ ശക്തിയുടെ ഭുജങ്ങളെ തകർത്ത് കളയുന്ന ദൈവം. എത്ര മരുന്ന് വെച്ച് കെട്ടിയാലും ഫലിക്കാതെ വണ്ണം ഫറവോൻ്റെ വ്യാപാരം ബലഹീനമായി പോയിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. വിളിച്ചു പറഞ്ഞാൽ സമാധാനത്തോടെ നിർഭയമായി ഞാൻ എൻ്റെ കൂടാരങ്ങളിൽ വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അകാരണമായി കൊണ്ടുവരുന്ന അസ്വസ്ഥമാക്കുന്ന ഭയങ്ങൾ, ഇരുളിൻ്റെ വ്യാപാരങ്ങൾ, ഏകാന്തതയുടെ അനുഭവങ്ങൾ, ഞാൻ ഒറ്റപ്പെടുമോ എന്നുള്ള ചിന്തകൾ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എലീശയുടെ ബാല്യക്കാരൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചതുമില്ല. നിൻ്റെ കൂടെയുള്ളവൻ വലിയവൻ, നിൻ്റെ കൂടെയുള്ളവൻ സർവശക്തൻ, നിൻ്റെ കൂടെയുള്ളവൻ സൗഖ്യമാക്കുന്നവൻ, നിൻ്റെ കൂടെയുള്ളവൻ സഹായിക്കുന്നവൻ, നിൻ്റെ കൂടെയുള്ളവൻ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നവൻ, നിൻ്റെ കൂടെയുള്ളവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നവൻ, നിൻ്റെ കൂടെയുള്ളവൻ ആഴിയിൽ പാതയൊരുക്കുന്നവൻ, നിൻ്റെ കൂടെയുള്ളവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ, നിൻ്റെ കൂടെയുള്ളവൻ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ. ഈ വെളിപ്പാടകത്ത് കയറട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം. സർവശക്തനായ ദൈവം, ഉന്നതനായ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഞങ്ങൾ സംശയിക്കുന്നില്ല, ഞങ്ങൾ അവിശ്വസിക്കുന്ന എല്ലാ ഭയങ്ങളും അവിശ്വാസങ്ങളും ധൈര്യക്കുറവുകളും ഇന്ന് പകൽ ഞങ്ങളിൽ നിന്ന് മാറിപ്പോയി. ധൈര്യപ്പെടുത്തുന്ന ദൈവം, ശക്തീകരിക്കുന്ന ദൈവം, താങ്ങുന്ന ദൈവം, ഉൾക്കരുത്ത് നൽകുന്ന ദൈവത്തിന് സ്തോത്രം. സകല മഹത്വവും അങ്ങയുടെ പാദപീഠത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശു നിങ്ങളുടെ സഹോദരൻ പസ്പിജുമാണ്.